തുറന്ന് നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്ന സമയത്തുള്ളിൽ നിന്നുകൊണ്ടുള്ള ദൈവജന ധ്യാനത്തിനായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമുക്കൊരു വചനഭാഗം പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാം. ധന്യനായ പൗലോസ് ശ്ലീഹ റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ വാക്യഭാഗം നമുക്കെല്ലാവർക്കും വിശുദ്ധ തിരുവെഴുത്തുകളെ തുറന്ന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 13, 13-ാമത്തെ വാക്യം വായിക്കാൻ സാവകാശമുള്ള ദൈവം ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വായിച്ച വചനഭാഗത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സംഭൂലമായിരിക്കും നമ്മുടെ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ പിന്നെ ചേർന്ന് വരുവാൻ ഒരു വിശുദ്ധ സഭായോഗമായി ഈ ഭൂപ്പരപ്പിൽ ബലവനാദയും അനുവദിച്ച അനുഗ്രഹീതമായ സാവകാശങ്ങളെ ഓർത്ത് അത്യുന്നത ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ പരിപാലനം ഈ പാടുമരുഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാനിടയായിത്തീർന്നു. വിധമായ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ സങ്കേതമായി ബലമായി നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഖിയായി കർത്താവിൻ്റെ തൃക്കരം നമ്മെ വഹിക്കുകയും അവിടുത്തെ പരിപാലനത്തിൻ്റെ മറവിൽ നമ്മെ മറച്ച് ഈ പ്രഭാതം വരെയും നമ്മെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് പാദപീഠത്തിൽ തുറന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈ ദൈവസഭയുടെ ഭാഗമായി ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രതികാല ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സന്തോഷ് കുടുംബമായിട്ട് ഓർക്കുന്നു. തന്നെ ഉള്ള ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീക ദർശനത്തിൻ്റെ മുമ്പിൽ തന്നോട് ചേർന്ന് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. തൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകട്ടെ. തുടർന്നും ഈ സഭാപ്രവർത്തനവും ഈ മരുഭൂമിയിൽ വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രിയ ദേവദാസനോട് ചേർന്ന് സഹകരിക്കുന്ന പ്രിയ ജോഷ്യാനെ കുടുംബമായിട്ട് ഓർക്കുന്നു. പ്രിയാൻ്റെ ഇവിടെയുണ്ട്, സഹോദരി രമ്യയുണ്ട്. അവരെയും ഓർത്ത വിശേഷാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്മാർ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 വർഷം കുവൈറ്റ് ചർച്ച് കൂടെന്ന് പറയുന്ന ദൈവസഭയിൽ ശുശ്രൂഷകനായിട്ട് ഈ മരുഭൂമിയിലായിരിക്കാൻ കർത്താവിലെ ഒരു കുടുംബമായിട്ട് അവസരം നൽകി തന്നു. ആ ദൈവസഭയിലായിരുന്നത് ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ വലിയ അനുഗ്രഹവും സന്തോഷവും മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. ദൈവം അനുവദിച്ചാലും വരും ദിവസങ്ങളിൽ സാഹചര്യം അനുകൂലമായാൽ മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. ഇത്രത്തോളം ഈ മരുഭൂമിയിൽ നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ കർത്താവ് പകർന്നു. അതുള്ള ബന്ധത്തിലാണ് പ്രിയ ജോഷാനൊപ്പം ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ഇടയായി തീർന്നത്. കർത്താവ് നമ്മെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ പരിമിതമായ അല്പം മിനിറ്റുകളാണുള്ളത്. അതിനുള്ളിൽ നിന്ന് നമ്മുടെ ആത്മീക അനുഗ്രഹത്തിനും നമ്മുടെ ആശ്വാസത്തിനും ഉറപ്പിനും ധൈര്യത്തിനുമൊക്കെയായിട്ട് ദൈവദിനത്തുള്ള ചില ചിന്തകൾ പ്രാർത്ഥനാപൂർവ്വം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളും ചേർന്ന് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. നാം വായിച്ച വചനഭാഗം റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണല്ലോ. വചനം വായിച്ചപ്പോൾ എല്ലാ ദൈവമക്കൾക്ക് വചനഭാഗം ശ്രദ്ധിപ്പാനിടയായി എന്ന് വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസിൻ്റെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നത്. റോമിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന.
പൗലോസ്യൻ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറുതും വലുതുമായ പല പ്രാർത്ഥനകളും തൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേഖനങ്ങളിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 15 മുതൽ 19 വരെ ഒരു പ്രാർത്ഥനയാണ്. 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. അതുപോലെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം ഫിലിപ്പിയ ദൈവസഭയുള്ള ബന്ധത്തിലുള്ള പൗലോസിൻ്റെ മറ്റൊരു പ്രാർത്ഥനയാണ്. കൊലോസ്യ ലേഖനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 1-ാം അധ്യായം 9 മുതൽ 13 വരെ ഉള്ള വചനഭാഗം പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. 1 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ഈ പറഞ്ഞ വാക്യഭാഗങ്ങളെല്ലാം ദൈവസഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ വിവിധമായിരിക്കുന്ന പ്രാർത്ഥനകളാണ്. സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാട്ടെ. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനകളെല്ലാം ദൈവദാസന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവസഭയുടെ ആത്മീകമായ അഭിവൃദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരുന്നു. സ്തോത്രം. വളരെ ഘനഗംഭീരമായിരിക്കുന്ന പ്രാർത്ഥനകളാണ്, പ്രാർത്ഥനാ വാചകങ്ങളാണ്. നമ്മുടെ സ്വാഭാവികമായ ഒരു വായന കൊണ്ടൊന്നും ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സാധാരണ ഒരു വായന കൊണ്ടൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. കാരണം അത്രമാത്രം ഗൗരവമായിരിക്കുന്ന ആത്മീക വസ്തുതകൾ പ്രസ്താവിച്ചുകൊണ്ടാണ് ദൈവസഭകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം. ഇതിന്റെ എല്ലാം പിമ്പിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവസഭയുടെ ആത്മീകമായിരിക്കുന്ന അഭിവൃദ്ധിയും ദൈവമക്കളുടെ ആത്മീകമായ വളർച്ചയും മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ തനിക്കോ തന്നാൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിലുള്ള ദൈവമക്ക് മറ്റ് ഭൗമികമായിരിക്കുന്ന ആവശ്യങ്ങളോ ആവശ്യഭാരങ്ങളോ ഒന്നും ഇല്ലെന്നല്ല. സ്തോത്രം. അനുവദിയായിരിക്കുന്ന സങ്കടങ്ങളിലൂടെ, അനുവദിയായിരിക്കുന്ന ഭാരങ്ങളിലൂടെ, അനുവദിയായിരിക്കുന്ന വൈഷമ്യങ്ങൾ കടന്നു പോകുന്ന ദൈവത്തിന്റെ ദാസനായ പൗലോസും തന്നാൽ സ്ഥാപിക്കപ്പെട്ട സഭകളുമാണ്. അവരൊന്നും സെൽഫ് സഫിഷ്യന്റ് ഒന്നുമല്ല. അവർക്കൊക്കെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്. പലവിധത്തിലുള്ള പീഡകളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അനുവദിയായിരിക്കുന്ന ആവശ്യങ്ങൾ എണ്ണി പറയുവാൻ അവിടെ മുമ്പിൽ അനുവദിയായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ അപ്പുറമായിട്ട് ദൈവദാസനായ പൗലോസ് ഫോക്കസ് ചെയ്യുന്നത്, സ്തോത്രം, തിരുവഴുത്തോട് വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക്, സ്തോത്ര ഹല്ലേലൂയ, ആമേൻ, ലഭിക്കുമെന്നാണ്. ഇന്ന് ഈ രാവിലെ സമയം വിശുദ്ധ സഭായത്തിൽ ഇവിടെ ആയിരിക്കുന്ന വത്സല്യ സഹോദരങ്ങളെ, സ്തോത്രം, എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുന്നതിന്റെ ഭാഗം നമുക്ക് ഒന്ന് വേഗത്തിൽ വായിച്ചു വിടാം. മത്തായി സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 31, 32, 33 വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം. ആകയാൽ നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കുമെന്ന് വിചാരപ്പെടരുത്. യെസ്, അറിയുന്നുവല്ലോ മുൻപേ അവന്റെ. അപ്പോൾ ആവശ്യങ്ങളില്ലാഞ്ഞിട്ടല്ല, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണമേ. ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധിയില്ലാഞ്ഞിട്ടല്ല, സ്തോത്രം, ഹല്ലേലൂയ. അനവധിയായിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്, അനവധിയായിരിക്കുന്ന ആശ്ചര്യ ആവശ്യങ്ങളുണ്ട്. കർത്താവ് പറയുന്നു, സ്തോത്രം, അതിനേക്കാളും ഒക്കെ അപ്പുറമായി ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവവൈതല് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് ഏത് കാര്യത്തിലാണ്? ഹല്ലേലൂയ. ആത്മീക വിഷയങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ്
വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ഇടയായത്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു ആത്മീക സമ്പന്നത കർത്താവ് നമ്മിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. ആത്മീയമായിരിക്കുന്ന ഒരു സമ്പന്നത. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ലവോദിക്കയിലുള്ള ദൈവസഭയോട് ദൈവത്തിന് ദാസനായിരിക്കുന്ന യോഹന്നാൻ ആത്മാവിൽ ദൂത് പറയുമ്പോൾ ആ സഭയോട് പറയുന്നുണ്ട്. 3:18 നമ്മൾ വായിക്കുന്നു, സഭയോട് പറയുകയാണ്, അതായത് കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പിലുള്ള സഭാ കാലഘട്ടമാണ് ലവോദിക്ക സഭാ കാലഘട്ടം എന്ന് പറയുന്നത്. 7 സഭകളെ നമ്മൾ 7 സഭാ കാലഘട്ടമായിട്ടാണ് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠനാർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ലവോദിക്ക സഭയുടെ കാലഘട്ടം കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 4-ലേക്ക് വരുമ്പോൾ ദൈവസഭ ഭൂമിയിലല്ല, പിന്നെയോ ദൈവസഭ വിശുദ്ധന്മാർ എവിടെയാണ്? കർത്താവിനോടൊപ്പം ആമേൻ സ്വർഗത്തിലാണ്. 4-ാം അധ്യായം അങ്ങനെ വായിക്കുന്നതല്ലേ? യോഹന്നാൻ കേൾക്കുകയാണ്, ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം തന്റെ കാതിൽ മുഴങ്ങുന്നതായിട്ട് 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ലവോദിക്ക സഭയുടെ കാലഘട്ടം കഴിഞ്ഞാൽ സഭ ഇവിടെ ഭൂമിയിലല്ല, സഭ എന്ത് ചെയ്യുകയാണ്? ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്തോത്രം. ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സഭയുടെ കാലഘട്ടമാണ് ലവോദിക്ക സഭ കാലഘട്ടം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന ഈ സഭാ കാലഘട്ടം എന്ന് പറയുന്നത് ലവോദിക്ക സഭാ കാലഘട്ടമാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ യേശു വരും. ദൈവത്തിന്റെ സ്തോത്രം. കാഹളം ധ്വനിക്കും. കാരണം നമ്മൾ പാർക്കുന്നത് ഒരു യുഗസന്ധ്യയിലാണ് സഹോദരങ്ങളെ. നമ്മളെ വന്ന് നിൽക്കുന്നത് ഒരു യുഗസന്ധ്യയിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏത് സമയത്തും കാഹളം ധ്വനിക്കാം. നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ അതിനു മുമ്പുള്ള ലക്ഷണങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടത്തിലുള്ള ദൈവസഭയോട് ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ദൂത് പറയുമ്പോൾ ആ സഭയോട് പറയുകയാണ്, സഭയെ നിനക്ക് കർത്താവിനോടുകൂടെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ, അവനോടുകൂടെ അവൻ നിത്യഭവനത്തിൽ യേശുവിനോടുകൂടെ ചേർക്കപ്പെടണമെങ്കിൽ, അവനോടുകൂടെ നിനക്കായിരിക്കണമെങ്കിൽ ആ സഭയോട് പറയുന്ന ദൂതാണ്. 18-ാമത്തെ വാക്യം വായിക്കുന്നു, നീ എങ്ങനെയുള്ളവനായി മാറണം? വായിച്ചേ. ആമേൻ. 18-ാമത്തെ വാക്യം മാത്രം വായിച്ചേ. നീ സമ്പന്നനാകേണ്ടതിന്. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യു മേ ബിക്കം റിച്ച്. നീ ആരായി മാറണം? നീ സമ്പന്നനായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഉദ്ദേശിച്ച സമ്പന്നത എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ആക്ഷരിക സമ്പന്നതയല്ല. ആ ആക്ഷരിക സമ്പന്നത ഈ സഭയ്ക്ക് ഇനി ആവശ്യമില്ല. കാരണം ആ സഭയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, എല്ലാ നിലയിലും ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും എന്തുണ്ട്? ആ സഭാ കാലഘട്ടത്തിൽ സഭയ്ക്ക് ലഭിച്ചു. എല്ലാ ആക്ഷരിക സമ്പന്നതകളും ആ സഭയ്ക്ക് കിട്ടി. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ആ സഭ ഫോക്കസ് ചെയ്തില്ല. ഏത് കാര്യത്തിൽ? എല്ലാം ലഭിച്ചു. ആക്ഷരികമായ സൗഖ്യവും ആക്ഷരികമായിരിക്കുന്ന സമ്പന്നതയും ആക്ഷരികമായിരിക്കുന്ന എല്ലാ ഭൗമികമായ സാഹചര്യങ്ങളും ധാരാളം ആ സഭാ കാലഘട്ടത്തിൽ സ്തോത്ര ദൈവസഭയ്ക്ക് ലഭിച്ചു. പക്ഷേ ദൈവസഭ ഒരു കാര്യത്തിൽ മാത്രം എന്ത് ഡൈവേർട്ടായി പോയി. അതാ പറയുന്നത്, ആത്മീക സമ്പന്നതയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തില്ല. തൽഫലമായ സഭയ്ക്ക് ദൂത് പറയുകയാണ്, ഈ നാളുകളിൽ നിനക്ക് ആവശ്യം എന്താണ്? ആത്മീയമായ സമ്പന്നതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചെറിയ കൂട്ടമാകട്ടെ, വലിയ കൂട്ടമാകട്ടെ, ഏത് ലേബലിലുമാകട്ടെ, ഹല്ലേലൂയ, ഏത് സ്തോത്ര ആമേൻ ബോർഡിന്റെ കീഴിലുമാകട്ടെ, സഹോദരങ്ങളെ സ്തോത്രം, ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് എന്റെയും നിങ്ങളുടെയും ആത്മികമായിരിക്കുന്ന ബന്ധം കർത്താവിനോട് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ സഭയുടെ പേരോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിപ്പമോ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഡ്രസ് കോഡിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളോ, ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. താനുമായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. സഭയോട് പറയുകയാണ്, നിനക്ക് നാളുകളിൽ എന്ത് വേണം? ഒരാത്മീയമായ സമ്പന്നത നിനക്ക് വേണം. ഒരാത്മീക സമ്പന്നത നിനക്ക് വേണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. മുൻപ് എന്ത് ചെയ്യണം? അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പൗലോസ് ആ കാഴ്ചപ്പാടിലാണ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ദർശനത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഈ നാളുകളിൽ ആ വിഷനിലേക്കൊന്ന് വരാം, ആ ദർശനത്തിലേക്ക് നമുക്കൊന്ന് വരാം സഹോദരങ്ങളെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഈ റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അല്പസമയം ഓർപ്പിച്ച് വളരെ വേഗത്തിൽ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നത്. നോക്കുക, ഇവിടെ ഈ വായിച്ച 13-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങളാണ് പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 2 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. 2 നിറവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. 2 കാര്യങ്ങൾ ദൈവസഭ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. അത് ആദ്യത്തെ നിറവെന്ന് പറയുന്നത് ഇവിടെ കണ്ടു. നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി എന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ സമൃദ്ധിയിൽ സഭ നിറഞ്ഞു വരുവാൻ ഈ സഭയെ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുക. 2-ാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ആത്മാവിലുള്ള സന്തോഷത്തിലും സമാധാനത്തിലും ദൈവസഭ എന്ത് ചെയ്തു വരണം? നിറഞ്ഞു. അങ്ങനെ വാക്കല്ല ഉപയോഗിച്ച് അല്ലേ? സ്തോത്രം. നിറയുമാറാകട്ടെ അല്ലേ? നിറയുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നു എന്നുള്ള പദം നമ്മളവിടെ കാണുന്നില്ല. എങ്കിലും ആ വാക്യം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ഇതൊരു പ്രാർത്ഥന തന്നെയാണ്. മറ്റു പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദവിയുടെ ആ വേട് ഉപയോഗിച്ചില്ലെങ്കിലും അത് വായിക്കുന്ന ഏവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പൗലോസിന് എന്താണ്? ഒരു പ്രാർത്ഥന തന്നെയാണ്. സ്തോത്രം. അവിടെ അവസാനം പറയുന്ന വാക്യത നിറയുമാറാകട്ടെ, നിറയുമാറാകട്ടെ. 2 നിറവുകളാണ് താനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, പ്രത്യാശയിൽ ദൈവസഭ നിറഞ്ഞു വരണം. 2, ആത്മസന്തോഷത്തിലും സമാധാനത്തിലും ദൈവസഭ നിറഞ്ഞു വരണം. ഇങ്ങനെ 2 നിറവ് ദൈവസഭയ്ക്ക് വേണ്ടി അത് പൗലോസ് മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ച്, നിറയേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, എന്തോ ഒരു കുറവ് എന്ത് ചെയ്തു വന്നതുകൊണ്ടാണ്, കുറവ് വന്നതുകൊണ്ടാണ് നിറയണമെന്ന്. നിറഞ്ഞിരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതവിടെ നിറവുണ്ട്. എന്നാൽ ഇവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, സ്തോത്രം, അതിന്റെ കുറവ് അല്ലേ, എവിടെയോ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മക്കണ്ണുകൾക്കുണ്ട് ദൈവത്തിന്റെ ദാസൻ, സ്തോത്രം, സഭയുടെ ആ കുറവൊന്ന് പരിഹരിച്ചു കിട്ടുവാൻ, ആ സഭയൊന്ന് നിറഞ്ഞു വരുവാൻ, സഭയൊരു നിറവിലേക്ക് വരുവാൻ. 2 നിറവിലേക്കാണ്. സ്തോത്രം. ദൈവത്തിലുള്ള പ്രത്യാശയിൽ സഭ നിറഞ്ഞു വരണം. 2, ആത്മസന്തോഷത്തിലും ആത്മസമാധാനത്തിലും ദൈവസഭ നിറഞ്ഞു വരണം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം. വലിയ തിയോളജിക്കലായിട്ടുള്ള മെസ്സേജ് ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ചില ആളുകൾ ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് പകരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, സ്തോത്രം, നിറഞ്ഞു വരുവാൻ ദൈവസഭയെ ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ട് ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാവിലെ സമയം എനിക്ക് പറയാൻ ഒരു ദൈവിക പ്രകാശനത്തോടെ ഞാൻ ദൂതിൽ കൈമാറട്ടെ. സഹോദരങ്ങളെ, 2026 സ്തോത്രം, ആമേൻ,
എന്റെ മേൽ, നിങ്ങളുടെ മേൽ, ഈ സഭാ പ്രവർത്തനത്തിന്റെ മേൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു നിറവ് സർവശക്തനായ ദൈവം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൂത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ മുന്നോട്ടുള്ള ദിനങ്ങളിൽ ഈ സഭാ പ്രവർത്തനത്തിന്റെ മേൽ, ഹല്ലേലൂയ, ഈ ഭവനത്തിന്റെ മേൽ, ഇവിടെ ആയിരിക്കുന്ന സകല ദൈവമക്കളുടെ മേൽ ഒരു നിറവ്, കുറവുകളെ പരിഹരിക്കത്തക്കവണ്ണം, അത് ആക്ഷരിക മേഖലകളിലും ആത്മീക മേഖലകളിലും ദൈവാത്മാവ് ആലോചന പറയുകയാണ്. അവൻ നിന്റെ മേലൊരു നിറവ്, ഒരു നിറവ് കർത്താവ് പകരട്ടെ. നമുക്കത് ഒരു വാക്തത്വമായിട്ട്, ഒരു പ്രോമീസായിട്ട് മുറുകെ പിടിച്ച് ദൈവസഭ പ്രാർത്ഥിച്ചാട്ട് ഈ ദിവസങ്ങളിൽ ഒരു നിറവിലേക്ക് ദൈവം സഭയെ നയിക്കട്ടെ. കൂട്ടായ്മയെ നിറവിലേക്ക് നയിക്കട്ടെ. ഭവനങ്ങളെ നിറവിലേക്ക് നയിക്കട്ടെ. വ്യക്തികളെ അതേ നിറവിലേക്ക് നയിക്കട്ടെ. നമ്മുടെ തലമുറകളെ ആ നിറവിലേക്ക് ദൈവാത്മാവ് നയിക്കട്ടെ. പൗലോസ് ദൈവത്തെ മുന്നിൽ കണ്ട് പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ആ നിറവ് എന്ത് ചെയ്യണം? എന്നിലും പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കർത്താവിനെ നിറയ്ക്കാൻ കഴിയാത്ത ഒരു ശൂന്യതയും ഇല്ല. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. അവനെ നികത്താൻ കഴിയാത്ത ഒരു ശൂന്യതയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു പറഞ്ഞല്ലോ, ഉത്സവത്തിന് മഹാദിനം ഒടുക്കത്ത് യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങളെ നിറയ്ക്കാം, ഞാൻ നിങ്ങളെ നിറയ്ക്കാം. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളെ നിറയ്ക്കാം. ഹല്ലേലൂയ. ആ ഉറവ ഇന്ന് പകലിൽ സ്തോത്രം വ്യക്തികളുടെ മേൽ തുറക്കപ്പെടട്ടെ, ഭവനങ്ങളുടെ മേൽ തുറക്കപ്പെടട്ടെ, ദൈവദാസന്മാരുടെ മേൽ തുറക്കപ്പെടട്ടെ, ശുശ്രൂഷകളുടെ മേൽ ആ ഉറവ തുറന്നു വരുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എവിടെയോ ഒരു കുറവ് എന്ത് ചെയ്തു? കുറവ് വന്നു. സഭയ്ക്ക് ഒരു കുറവ് വന്നു. എവിടെയോ കുറവുകൾ സംഭവിച്ചു എന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകാനല്ല. സ്തോത്രം. അനുദിനം നാം എന്ത് ചെയ്യണം? ആമേൻ. നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ നിറവാണ് എന്നിൽ നിങ്ങൾ കർത്താവാകെ ആഗ്രഹിക്കും. എഫെസ്യർ 1-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ, എല്ലാറ്റിലും എല്ലാറ്റിലും അല്ലേ, എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് സ്തോത്രം. ഇതൊരു വാക്തത്വമാകട്ടോ, ഇതൊരു വാക്തത്വമാ. സഭയ്ക്ക് കൊടുത്തിരിക്കുക. എന്താ കൊടുത്തിരിക്കുന്നത്? ആമേൻ. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസാണ്. ഹല്ലേലൂയ. ആമേൻ. ആ നിറവെന്ന് പറയുന്ന വാക്തത്വം സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. എല്ലാം നിറയ്ക്കുന്നവന്റെ, ആമേൻ, എല്ലാം നിറയ്ക്കുന്നവന്റെ, ആമേൻ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ ആ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ സഭ നിറഞ്ഞു തന്നെ നിൽക്കണം, അല്ലേ? ആമേൻ. സഭ നിറഞ്ഞു തന്നെ നിൽക്കണം. പ്രത്യാശയിൽ നിറഞ്ഞു നിൽക്കണം. സമാധാനം നിറഞ്ഞു നിൽക്കണം. സന്തോഷത്തിൽ എന്ത് ചെയ്യണം? നിറഞ്ഞു നിൽക്കണം. ആമേൻ. വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിലെല്ലാം. ദൈവസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവസഭ എന്ന് പറഞ്ഞ കെട്ടിടത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ആലയം എന്ന് പറയുമ്പോൾ കെട്ടിടത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല. ദൈവസഭ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ആശ്ചര്യമായ കെട്ടിടങ്ങളല്ല. പിന്നെയോ ഞാനും നിങ്ങളുമാണ്. സ്തോത്രം. ആ കാര്യം എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. സമയമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. ഞാനും നിങ്ങളുമാണ് ആലയം, അല്ലേ? ഞാനും നിങ്ങളുമാണ് ആലയം. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. വലിയ അമ്പരചുംബികളായ ദേവാലയങ്ങളല്ല സഭയെന്ന് ഉദ്ദേശിക്കുന്നത്. ആലയം ഉദ്ദേശിക്കുന്നത് സ്തോത്ര കല്ല് മണ്ണ് മരം കൊണ്ട് നിർമ്മിച്ച മനുഷ്യ നിർമ്മിതമായതിൽ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല? സർവശക്തനായ ദൈവം വസിക്കുന്നില്ല. പിന്നെയോ നമ്മിലാണ് വസിക്കുന്നത്. അപ്പോൾ നിറവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ആ നിറവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് നിറഞ്ഞു 2026 എല്ലാം നിറവോളം നിറയ്ക്കുന്നവന്റെ ആ നിറവിനായി നമുക്ക് ഒരുമിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചാട്, കർത്താവേ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ ശൂന്യതകളെ നിറയ്ക്കണമേ. അവനെ നിറയ്ക്കാൻ കഴിയാത്ത ഏത് ശൂന്യതയാണ് നമുക്കുള്ളത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത ആക്ഷരികമല്ല, നമ്മുടെ ചിന്ത ആത്മീക നിറവാണ്. എങ്കിലും ഇന്ന് പകലിൽ ഒരു ദൂത് പറയുവാനുള്ള പ്രേരണയുള്ളത് ഇങ്ങനെ പറയട്ടെ. സ്തോത്രം. ജീവിതത്തിന്റെ ഏത് ശൂന്യതകളെയും നിറയ്ക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു ഉറവ ഉയരത്തിലുണ്ട്, ഒരു ഉറവ ഉയരത്തിലുണ്ട്. അത് ഗിരീഷ് ബ്രദറെ, ദൈവത്തിന് സ്തോത്രം, നിറയ്ക്കാൻ കഴിയുന്ന ഒരു ഉറവ ഉയരത്തിലുണ്ട്. അത് ഇന്ന് പകൽക്കാലം ആഴത്ത് വിശ്വസിച്ച് വേണം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ. ഈ 2026 സ്തോത്രം ചില നിറവുകൾ കർത്താവ് നൽകട്ടെ, ചില നിറവുകൾ പരിശുദ്ധാത്മാവ് നൽകട്ടെ. വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. അബ്രഹാം ഹാഗാറിന്റെ കയ്യിൽ കൊടുത്ത ആ നിറഞ്ഞു നിന്ന സ്തോത്രം തുരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആമേൻ. കുറഞ്ഞത് വറ്റിപ്പോയി, കുറഞ്ഞു വറ്റിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 21:15 നമ്മൾ വായിക്കുന്നു. അതിന്റെ 21:15 നമ്മൾ വായിക്കുന്നു, ആ തുരുത്തിയിലെ വെള്ളം എന്ത് ചെയ്തെന്ന സ്തോത്രം ചെലവായെന്ന് പറഞ്ഞാൽ നിറഞ്ഞ തുരുത്തി എന്ത് ചെയ്തു? വറ്റി അത് ഇല്ലാതെയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവള് വിചാരിച്ചു ഈ തുരുത്തിയിലെ വെള്ളത്തിന്റെ ലെവല് കുറഞ്ഞു വരുന്നതനുസരിച്ച് അവൾ മരണത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. എന്ത് ചെയ്തു? അവൾ ചിന്തിച്ചു ഈ തുരുത്തിയിലെ ലെവല് കുറഞ്ഞു വരുമ്പോൾ അവൾ ഉള്ളിൽ തീരുമാനിച്ചു, ഇതിന്റെ ലെവല് കുറയുന്നതനുസരിച്ച് ഞാനും മകനും എങ്ങോട്ടാ നടന്നെടുക്കുന്നത്? പറഞ്ഞാട്ടെ, മരണത്തിലേക്കാണ് നടന്നെടുക്കുന്നതെന്ന് ഈ പാവപ്പെട്ടവൾ ചിന്തിച്ചു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു വറ്റാത്ത ഉറവ എന്ത് ചെയ്തു? അവളെ അത്യുന്നതനായ ദൈവം കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, കുഞ്ഞേ, സ്തോത്രം, നിന്റെ തുരുത്തിയെ നീ എന്ത് ചെയ്യണം? ദൈവയുടെ കണ്ണു തുറന്നിട്ട് പറയുക, കണ്ടിട്ട് നിറച്ച് നീ ബാലിന് കൊടുക്ക. അപ്പോൾ കർത്താവിന് നിറയ്ക്കാൻ കഴിയാത്ത ഒരു ശൂന്യതയുമില്ല. അബ്രഹാം കൊടുത്തത് എന്ത് ചെയ്തു? സ്തോത്രം. ബെർസേബായിലെ ഒരു പകലത്തെ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം കൊടുത്ത ആമേൻ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയി. എന്നാൽ സ്തോത്രം, കോരിയാലും വറ്റാത്ത, കുടിച്ചാലും തീരാത്ത, തലമുറ കുടിച്ചാലും തീരാത്ത നിറവിന്റെ ഉറവുകളെ തുറക്കാൻ എന്റെ നിങ്ങളുടെയും ദൈവം മതിയായവനാം, നീ സേവിക്കുന്നവൻ മതിയായവനാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കള് ആ കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം ആത്മനിറവോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശമന അർദ്ധന വൈരവലവ ശംധരാധരാധരാധരാധര. ഓ സ്തോത്രം, 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 സ്തോത്രം. നീ നിറയ്ക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവള് തീർന്നെന്നാണ് ചിന്തിച്ചതല്ലേ? തീർന്നെന്നാണ് ചിന്തിച്ചത്. പക്ഷേ കർത്താവോട് പറയാ, നിറഞ്ഞു വാ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, കരുതുവാൻ കഴിയുന്ന ദൈവമുണ്ട്. ആമെ പ്രാർത്ഥിക്കുന്ന ഭാരപ്പെടുന്ന സഹോദരിമാർ ശ്രദ്ധിച്ചാട്ടെ, നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വരട്ടെ. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭ നിറഞ്ഞു വരണം. കാരണം നിറഞ്ഞു വരാനാ ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച് നമ്മൾ വായിച്ചത്. ആ നിറവ് സഭയ്ക്ക് എന്ത് ചെയ്തിരിക്കുക? കൊടുത്തിരിക്കുക. പക്ഷേ കുറവ് വന്നപ്പോൾ അത് നിറഞ്ഞു വരാൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രാർത്ഥനാ വാചകം, പ്രത്യാശയുടെ സമൃദ്ധിയിൽ നാം എന്ത് ചെയ്യണം? നമുക്കൊരു നിറവുണ്ടാകണം. പ്രത്യാശയുടെ സമൃദ്ധിയിൽ നമുക്കൊരു നിറവുണ്ടാകണം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് വളരെ പാനിക്കായ സിറ്റുവേഷനിലൂടെയാണ്. ഞാൻ ആലോചന പറയട്ടെ സഹോദരങ്ങളെ,
ആര് പ്രത്യാശ എന്ത് ചെയ്യരുത്, കൈവിട്ട് കളയരുത്. നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും ഒക്കെ ആയിട്ട് ഇന്ന് പകലിൽ ഈ വചന ശുശ്രൂഷ ഇടയാകട്ടെ. സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ പ്രത്യാശ വർദ്ധിക്കണം. എന്റെ കർത്താവ് അറിയാതെ ഒന്നും എന്ത് ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഇതിന്റെ എല്ലാം പിമ്പിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ അശ്രാന്തമായ പരിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയിൽ നമ്മെ എന്ത് ചെയ്യണം, പിന്നോട്ട് പിടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മെ ഹോപ്പ്ലെസ് ആക്കുക എന്നുള്ളതാണ് പിശാചിന്റെ അശ്രാന്തമായ പരിശ്രമം. സ്തോത്രം. ജഡലോക ശക്തികൾ നിരന്തരമായി പരിശ്രമിക്കുന്നത് ഒരു ദൈവത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പ്രത്യാശ എടുത്തിട്ട് അവനെ ഹോപ്പ്ലെസ് ആകണം, അവനെ നിരാശയിലേക്ക് എന്ത് ചെയ്യണം, അവനെ മാനസിക സമ്മർദ്ദത്തിലാക്കണം, വലിയ പ്രഷറിലാക്കണം. സ്തോത്രം. വലിയ സ്ട്രെസ് കൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയാണ് ശത്രുവിന്റെ അശ്രാന്തമായ പരിശ്രമം. ഹല്ലേലൂയ. നമ്മളതിനെ തിരിച്ചറിയണം. പ്രത്യാശ ശത്രു എടുത്തു കളഞ്ഞാൽ നമുക്ക് പിന്നെ ലോക മനുഷ്യരുമായിട്ട് എന്തില്ല, ഒരു വ്യത്യസ്തതയുമില്ല. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദൈവം നമ്മിൽ തന്നിരിക്കുന്ന ആ പ്രത്യാശയാണ്. പൗലോസ് പറയുന്നു, തെസ്സലോനിക്കർ 4:13 വായിക്കുന്ന, സഹോദരന്മാരെ, നിങ്ങൾ നിദ്ര കൊള്ളുന്നവര്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ എന്ത് ചെയ്യരുത്, ദുഃഖിക്കാതിരിക്കുകയാണ്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഇവിടെ കാണുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആരായി മാറി? നമ്മൾ ഓർഡിനറി ആൾക്കാരായി മാറി, മറ്റുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേ. 2 വിഭാഗങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ, മറ്റുള്ളവരും ദൈവസഭയും. മറ്റുള്ളവരും ദൈവസഭയും. സ്തോത്രം. അതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഐഡന്റിറ്റി ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, സ്തോത്രം, ഉൾക്കയിടുന്നതല്ല നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ഐഡന്റിറ്റി ഇതൊന്നും അല്ല സഹോദരങ്ങളെ. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആഴമായ ബോധ്യത്തോടുകൂടെ ഏത് പ്രതികൂലങ്ങളെയും ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഫേസ് ചെയ്യുന്നതാണ് ദൈവസഭയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ, സ്തോത്രം, നമ്മുടെ പ്രത്യാശ ശത്രു എന്ത് ചെയ്യാൻ ഇടയാകരുത്. ഒരു കാരണവശാലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കവർന്നെടുത്ത് കളയരുത്. സ്തോത്രം. ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും, നമ്മെ സ്ട്രെസ്സിലാക്കും, നമ്മെ സമ്മർദ്ദത്തിലാക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ മനസ്സിനോട് ഭയങ്കരമായ രീതിയിൽ എന്ത് ചെയ്യും, അവൻ വാദിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ഭാഗത്ത് ഞാൻ കടന്നു വരുന്നുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ആമേൻ ഒന്ന് കേറി പറയട്ടെ സഹോദരങ്ങളെ. ഒരിക്കൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു, അല്ലേ? ഒരിക്കൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മുൻപ് എങ്ങനെ ആയിരുന്നു എന്ന് പൗലോസ് ദൈവസഭ ഓർപ്പിക്കുന്നുണ്ട്. 8 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. 2:11 ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. മുമ്പേ 1, നിങ്ങൾ മുമ്പേ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. ഇതിന്റെയൊക്കെ ആത്മീയ വ്യാഖ്യാനങ്ങൾ, സ്തോത്രം, നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊന്നുള്ള സന്ദർഭമല്ലല്ലോ. കർത്താവിന്റെ ദാസന്മാരതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. 1, നിങ്ങൾ മുൻപേ ആരായിരുന്നു? ദൂരസ്ഥന്മാർ. 2, സമാധാനം. 15-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. അതെ, മുമ്പേ ആ വാക്യമല്ലേ. ആകയാൽ നിങ്ങൾ മുൻപേ ജാതികളായിരുന്നു, പരിശോധനക്കാരെന്ന് പേരുള്ളവരായിരുന്നു, അഗ്രഹക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ളവര്, സംബന്ധമില്ലാത്തവര്, അന്യര്, ലോകത്ത് നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തില്ലായിരുന്നു? നിങ്ങൾക്ക് പ്രത്യാശയില്ലായിരുന്നു.
പ്രത്യാശയില്ലായിരുന്നു. കാരണം പ്രത്യാശ ഇല്ലാതിരുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, സ്തോത്രം, മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവുമായിട്ട് നമുക്ക് എന്തില്ലായിരുന്നു? ഒരുപക്ഷെ നമ്മൾ സാമുദായിക നിലകളിലൊക്കെ ക്രൈസ്തവ ഭവനങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാകാം. സ്തോത്രം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജീവിച്ചു വന്നവരാകാം. ആമേൻ. നമുക്ക് ദേവാലയങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ആചരിച്ചു വന്നവരാകാം. പക്ഷെ നോക്കുക, സ്തോത്രം, ലോകരക്ഷിതാവായ രക്ഷകനായ യേശുവുമായിട്ട് എന്തില്ല? സ്തോത്രം, ബന്ധമില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ മുന്നോട്ട് കടന്നുപോയപ്പോൾ നാം ആരായിരുന്നു? പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ഒരുവനിൽ എന്ത് ചെയ്യണം? വന്നെങ്കിൽ മാത്രമേ അവൻ പ്രത്യാശ ഉള്ളവനായിട്ട് മാറുകയുള്ളൂ. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറയാമെന്ന് പറഞ്ഞ ഒരു വലിയ ദൈവദിന മർമ്മം പറയട്ടെ. സ്തോത്രം. കൊലോസ്യ ലേഖനം 1:26-27 വാക്യം വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ വലിയ മർമ്മം നിങ്ങളോട് മിസ്റ്ററി പറയാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ആ മർമ്മം എന്താന്ന് ചോദിച്ചാൽ, പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നു എങ്കിലും മർമ്മത്തിന് മഹിമാദനം അറിയിപ്പാൻ ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ ഇരിക്കുന്നു. കരം ഉയർത്തിയത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ നമ്മെ തന്റെ ഭവനമാക്കി മാറ്റിയതിനാൽ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആലയം എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആശ്ചര്യമായിരിക്കുന്ന കാര്യങ്ങളല്ല, പിന്നെയോ ഞാനും നിങ്ങളുമാണ്. കാരണം മഹത്വത്തിന് പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു എന്ത് ചെയ്യുന്നു? നമ്മെ തന്റെ വാസസ്ഥലമാക്കിയത് കൊണ്ട് ഞാനും നിങ്ങളും ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ പ്രത്യാശയുള്ളവരാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഒരുപക്ഷെ നമുക്ക് ലൗകികമായിരിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലായിരിക്കാം. വലിയ സാലറിയോ, വലിയ സ്റ്റാറ്റസോ, വലിയ മഹത്വങ്ങളോ, വലിയ പാരമ്പര്യങ്ങളോ, വലിയ മാനുഷികമായിരിക്കുന്ന സ്തോത്രം കാര്യങ്ങളൊന്നും പറയാനില്ലായിരിക്കാം. പക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കണം, സ്തോത്രം, ഹല്ലേലൂയ, അതുകൊണ്ട് നീ നിർഭാഗ്യവാനെന്നോ, നീ ഹല്ലേലൂയ സ്തോത്ര അതേ സ്തോത്രം മാന്യത കുറഞ്ഞവനാണെന്നോ ഒന്നുമുള്ള ഹല്ലേലൂയ ചിന്തകളാൽ ശത്രു നിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നിന്നെ ഹല്ലേലൂയ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ഇന്ന് പകൽ നാം എല്ലാം ശ്രേഷ്ഠരാണ്, നാം എല്ലാം ബഹുമാന്യരാണ്, നാം എല്ലാം മാനിക്കപ്പെട്ടവരാണ്, നാം എല്ലാം വിലയേറിയവരാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എന്നുള്ള സ്റ്റാറ്റസ് ആണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അതോറിറ്റി, അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഏറ്റവും വലിയ അംഗീകാരം, ഇതാണ് ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ബാക്കിയെല്ലാം മാനുഷികമായിരിക്കുന്ന അബദ്ധ ജഡിതമായിരിക്കുന്ന ചിന്തകളാ. പത്രോസ് പറയുന്നുണ്ട്, വ്യർത്ഥവും പൃഥുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ സ്തോത്രം വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ഏറ്റവും സ്തോത്രം ഉന്നതമായിരിക്കുന്ന സ്റ്റാറ്റസിലായിരിക്കുന്നത്. ഇതിന്റെ മഹത്വം നമ്മൾ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടക്ഷോഭം ചെയ്ത് പറഞ്ഞാലോ, അല്ലെങ്കിൽ സ്തോത്രം ആമേൻ ഒന്നും ഒരുപക്ഷെ നമുക്കത് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഇതിന്റെ മഹത്വം അറിയുന്ന ഒരു ദിവസം വരും. അതിനെക്കുറിച്ച് എത്ര പേർക്ക് അവബോധമുണ്ട്? അതിന്റെ മഹത്വം നമ്മൾ ഒരിക്കൽ അറിയും, അല്ലേ? പാട്ടുകാരൻ പറയുന്നത് പോലെ, ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ കരയിൽ നാം നേടിയത് പ്രത്യാശയോട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യാശയുള്ള ദൈവമക്കൾക്കായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ദോഷക പറയുമ്പോൾ നമ്മെ കളിയാക്കിയെന്ന് വരും. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ കൂടെ നിൽക്കാൻ അവർ മനസ്സിൽ വെച്ചില്ല എന്ന് വരും. ഒത്തിരി അപവാദങ്ങൾ അപമാനങ്ങളും ഒക്കെ ഒരുപക്ഷെ പറഞ്ഞെന്ന് വരും. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തൊരു ദിവസം അറിയും. Praise the Lord. സ്തോത്രം. ദിവസേന പട്ടും ധൂമ്ര വസ്ത്രവും ഒക്കെ ധരിച്ച് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആഡംബരത്തോടെ ഒരുവൻ ജീവിതം മുന്നോട്ട് പോയി. എന്നാൽ ലാസർ എന്ന് പറഞ്ഞ് വ്രണം നിറഞ്ഞവനായിട്ട് എന്ത് ചെയ്തു? Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. ധനവാൻ എന്ന് പറയുന്ന മനുഷ്യ യാതനാ സ്ഥലത്ത് പോയത് അവൻ ധനവാനായതുകൊണ്ടല്ല. Praise the Lord. സ്തോത്രം. അവന്റെ ജീവിതത്തിൽ അവന് യേശു ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവൻ പോയത്. ലാസർ ദരിദ്രനായതുകൊണ്ട് നിത്യ ആശ്വാസത്തിലേക്ക് ചേർക്കപ്പെട്ടതല്ല. പിന്നെയോ സ്തോത്രം, അവൻ്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ മഹത്വം ധനവാൻ മനസ്സിലായത് എവിടെ ചെന്നപ്പോഴാണെന്നറിയാമോ? യാതനാസ്ഥലത്ത് ചെന്നപ്പോഴാണ് പറയുന്നത്. സ്തോത്രം. എനിക്ക് സഹോദരന്മാർ എന്തുണ്ട്? ഉണ്ട്. എനിക്ക് സഹോദരന്മാർ 5 പേരുണ്ട്. അവര് ഇവിടെ വരാതിരിക്കേണ്ടതിന് ഈ ലാസറിനെ എന്ത് ചെയ്യണം? അങ്ങോട്ടൊന്ന് അയച്ചാൽ. സ്തോത്രം. എന്നാൽ കർത്താവ് അയച്ചേക്കാമെന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ വാക്ക് കേട്ടനുസരിച്ച് സ്തോത്രം ജീവിക്കുന്നെങ്കിൽ കുഞ്ഞെ അവർ ജീവിച്ചാൽ മതി. ലാസറിനെ അയച്ചിട്ട് അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവത്തില ജീവിക്കുക എന്ന് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. കുറെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലതൊക്കെ വിട്ട് കളയേണ്ടി വരും. കുറെയൊക്കെ നമ്മൾ പെയിൻ എടുക്കേണ്ടി വരും. കുറെയൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കുറെയൊക്കെ നമ്മൾ സ്തോത്രം ഭാരമൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വഹിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഓർക്കണം, ഇതിനെല്ലാം അപ്പുറത്ത് നമുക്ക് മാന്യത വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാവിലെ സമയത്ത് ആത്മ കണ്ണുകൊണ്ട് കണ്ട ദൈവമൊക്കെ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മുൻപേ നമുക്ക് പ്രത്യാശ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരാണ്? പ്രത്യാശ. കാരണം യേശു നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഇത് എടുത്തു കളയാനാണ് ജഡലോക ശക്തികളുടെ അശ്രാന്തമായ പരിശ്രമം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശേഷ മനുഷ്യരെ പോലെയായി. സഹോദരങ്ങളെ, സ്തോത്രം. 1-2 കാര്യങ്ങളെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ 1 രാജാക്കന്മാർ 19 വായിക്കുന്നു. കൊടുങ്കാറ്റായിരുന്നു അല്ലേ? അസാധാരണമായ ധൈര്യശാലിയായിരുന്നു. സ്തോത്രം. ആഹാബ് ഇസബേൽ എന്ന് പറയുന്ന കാഠിന്യത്തോടെ സ്തോത്രം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആഹാബിന്റെയും ഇസബേലിന്റെയും കൊട്ടാരത്തിൽ നേരിട്ട് എന്ന് താൻ പറയുക, ഇനിയും മഴ പെയ്യണമെങ്കിൽ ഞാൻ പറയണം, മഞ്ഞു പെയ്യണമെങ്കിൽ ഞാൻ പറയണം എന്ന് പറയാൻ സാധാരണപ്പെട്ടവർക്ക് കഴിയില്ല. അത്രമാത്രം അസാധാരണമായ ധൈര്യത്തിന് ഉടമയായിരുന്നു ആരെ? ഏലിയ. ഒരു കൊടുങ്കാറ്റായിരുന്നു, കരുത്തനായിരുന്നു, കാരിരുമ്പിന്റെ കരുത്തുള്ളവനായിരുന്നു. പക്ഷേ 1 രാജാക്കന്മാർ 19:3 മുതൽ വായിക്കുമ്പോൾ അവന്റെ ധൈര്യം എന്ത് ചെയ്തു? അവന്റെ ധൈര്യം ശത്രുവായവൻ എന്ത് ചെയ്തു? അവന്റെ ധൈര്യം എടുത്തു കളഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിരാശ തന്നെ ഭരിച്ചപ്പോൾ അവൻ, സ്തോത്രം, ഹല്ലേലൂയ, നിരാശ തന്നെ ഭരിച്ചപ്പോൾ താൻ ഹല്ലേലൂയ നിസ്സഹായനായി മാറി. നിരാശ തന്നെ ഭരിച്ചപ്പോൾ താൻ നിസ്സാരനായി മാറി. തൊട്ടു നിമിഷം വരെ ആരായിരുന്നു? കരുത്തനായിരുന്നു, കൊടുങ്കാറ്റായിരുന്നു. നിരാശ ഭരിച്ചപ്പോൾ അവൻ വെറും നിസ്സാരനും
സ്തോത്രം, നിസ്സഹായനുമായിട്ട് തീർന്നതിന്റെ ഫലമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലൊന്നും നല്ലവനല്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ എൻ്റെ പ്രാണൻ എന്ത് ചെയ്യണം? എടുക്കണമേ. അതെന്നൊരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു അല്ലേ രമ്യ? അങ്ങനല്ലേ വായിക്കുന്നേ? വായിച്ചേ. എഴുന്നേറ്റ് പുറപ്പെട്ടിട്ട് ആ ആ താമസിപ്പിച്ചിട്ട് വായിച്ചു വിടാം. ആ, എന്റെ പ്രാണനെ എന്ത് ചെയ്യണം? എടുക്കണമേ. സൗരങ്ങളെ, പ്രത്യാശയുടെ കൂടുതലോട് പറഞ്ഞതല്ല. നമ്മുടെ ചിന്ത പ്രത്യാശയുടെ നിറവെന്നുള്ളതാ. പ്രത്യാശയുടെ കൂടുതൽ കൊണ്ട് പറഞ്ഞതല്ല എന്റെ പ്രാണനെ എടുക്കണമെന്ന്. പിന്നെയോ നിരാശയുടെ ആധിക്യത്തിൽ പറഞ്ഞതാ. പ്രത്യാശയുടെ കൂടുതൽ കൊണ്ടൊക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയും അല്ലേ, സ്തോത്ര കർത്താവ് എന്നെ അങ്ങ് എന്ത് ചെയ്തോണം എടുത്തേരുന്നത്. അത് പ്രത്യാശ കൊണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചത് പ്രത്യാശയുടെ കൂടുതൽ കൊണ്ടല്ല, നിരാശ ഭരിച്ചപ്പോൾ നിരാശയിൽ നിന്ന് വന്ന വാക്കാണ് അല്ലേ? നിരാശയിൽ നിന്ന് വന്ന വാക്കാണ്. സ്തോത്രം. നിസ്സഹായതയിൽ നിന്ന് വന്ന വാക്കാണ്. ഒരു നിസ്സാരനെ പോലെ പറഞ്ഞ വാക്കാണ്. എന്റെ പ്രാണനെ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയേ, പ്രാണനെ എടുത്തോ? ഇല്ല. ചില പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കാഞ്ഞതുകൊണ്ട് നമ്മൾ സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാണനെ എടുക്കണമേ എന്ന് ആവശ്യപ്പെട്ടവൻ എന്റെ പ്രാണനെ എടുക്കാതെ തുറന്നു വായിക്കുന്നുണ്ട്. അവന്റെ പ്രാണനിലേക്ക് തന്റെ ജീവനെ കർത്താവ് പകർന്നു. തന്റെ ജീവനെ പകർന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു? തുറന്നു വായിക്കുന്നുണ്ട്. എന്റെ പ്രാണനെ എടുക്കണമേ എന്ന് പറഞ്ഞവന്റെ അടുക്കലേക്ക് സ്വർഗീയമായിരിക്കുന്ന ആമേ ഹല്ലേലൂയ സ്തോത്രം, സ്വർഗീയമായിരിക്കുന്ന ആഹാരം എന്ത് ചെയ്യുകയാണ്? ആമേ വായിച്ചേ. അപ്പവും ഉറങ്ങുമ്പോൾ തട്ടി അവനെ ഉണർത്തിയിട്ട് തിന്നുക. ഉണർന്ന് നോക്കിയപ്പോൾ ചുട്ടയടയും. നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം. പ്രാണനെ എടുക്കണമേ എന്ന് പറഞ്ഞവനിലേക്ക് സ്വർഗീയ ജീവൻ പകരുകയാണ്. ഇന്ന് പകൽ ദൂത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ സ്വർഗീയ ജീവൻ എന്ന് പകരപ്പെടട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നവരുണ്ട്? സ്വർഗീയ ജീവൻ എന്ന് പകരപ്പെടട്ടെ. സ്വർഗീയ ജീവൻ എന്ന് പകരപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാണനെ എടുക്കണമേ എന്ന് പറഞ്ഞവനിലേക്ക് സ്തോത്രം. ഭയത്തിന്റെ ആധിക്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞവനിലേക്ക് സർവശക്തനായ ദൈവം എന്ത് ചെയ്യുകയാണ്? തന്റെ ജീവനെ പകരുകയാണ്. സ്വർഗീയമായിരിക്കുന്ന ആഹാരം കൊണ്ട്, സ്വർഗീയമായിരിക്കുന്ന പാനീയം കൊണ്ട് സ്തോത്രം. തന്റെ ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നു? ജീവനിലേക്ക് നയിച്ചിട്ട് ആ ശക്തി കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുവാൻ തന്നിലേക്ക് കർത്താവിന്റെ ജീവൻ അങ്ങ് പകർന്നു. ഇന്ന് രാവിലെ സമയം സഹോദരങ്ങളെ, എത്ര പേർ ആഗ്രഹിക്കുന്നവരുണ്ട്? കർത്താവേ സ്തോത്രം, എനിക്ക് മുന്നോട്ട് പോകുവാൻ നിന്റെ ജീവൻ ആവശ്യമാണ്. എനിക്ക് മുന്നോട്ട് പോകുവാൻ, നിന്നെ സേവിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പോകുവാൻ എനിക്ക് നിന്റെ ജീവൻ ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവരിൽ ജീവൻ പകർന്നു. കർത്താവ് വന്നത് നമുക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമായിട്ടാണ്. സ്തോത്രം. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജയത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിരാശ മാറട്ടെ സഹോദരങ്ങളെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മിലേക്ക് സ്വർഗീയ ജീവൻ എന്ന് കർത്താവ് ഇന്ന് പകല ഉറവയെന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ കാണുന്നത് ആമേൻ സ്തോത്രം, അവരിലൂടെ ചില ശുശ്രൂഷകളൊക്കെ വെളിപ്പെടുകയാണ്. ആമേൻ. പ്രാണനെ എടുക്കണമെന്ന് ആഗ്രഹിച്ചവനിലൂടെ സ്തോത്രം
രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നു? അവനിലൂടെ പുറത്തു വരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പകലിൽ സ്തോത്രം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന് ഉന്നതമായിരിക്കുന്ന പദ്ധതികളുണ്ട്. ഇതെന്നെല്ലാം പുറകോട്ട് പിന്തിരിപ്പിക്കാനാണ് ശത്രുവായ പിശാചിന്റെ അശ്രാന്തമായ പരിശ്രമം. നീ മുന്നോട്ട് പോകരുത്. സ്തോത്രം, ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്. താഴ്ചയും തളർച്ചയും നിരാശയും ഒക്കെ എന്ത് ചെയ്യും? കൊണ്ടുവരും. എന്നാൽ അതിനപ്പുറമായി നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം, സഭ പ്രത്യാശയിൽ നിറയപ്പെടണം. സഭ ആത്മാവിന്റെ സന്തോഷത്തിലും സമാധാനത്തിലും നിറഞ്ഞു വരണം. ഈ ദിവസങ്ങളിൽ ഒരു നിറവിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ഒരു നിറവ് എനിക്ക് വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നവരുണ്ട്? ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഡരമന ശാംധര ധനാധരാധര. ആ രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ആ സൗഖ്യത്തിന് നിറവ്, സമാധാനത്തിന് നിറവ്